നമസ്കാരം. നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് ധാരാളം കത്തുകൾ ലഭിക്കുന്നുണ്ട്. അതിനുള്ള മറുപടി അപ്പം തന്നെ ലഭിക്കും. ഫോൺ മുഖേനയും നക്ഷത്രഫലവുമായി ബന്ധപ്പെടാം. അതിനും മറുപടി അപ്പം തന്നെ ലഭിക്കും എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. ഭാരതീയ ജ്യോതിഷ പ്രകാരമാണ് ഇവിടെ കാര്യങ്ങൾ പറയുന്നത്. ലളിതമായിട്ടുള്ള പരിഹാര നിർദ്ദേശങ്ങളുമായിരിക്കും ഇവിടെ നൽകുന്നത് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. ആദ്യമായ ഒരു കത്താണ് ശ്രീമതി പങ്കജം മേനോൻ്റെ ഒരു കത്താണ്. കല്ലായിൽ നിന്നാണ്, കോഴിക്കോട് കല്ലായിൽ നിന്നാണ്. എൻ്റെ നക്ഷത്രം ഉത്രട്ടാതി, വയസ്സ് 61. ഹസ്ബൻഡ് നേരത്തെ പോയി. 2 മക്കളും കേരളത്തിന് വെളിയിലാണ് എന്നുള്ളതാണ്. ചെറിയ തയ്യൽ ജോലിയുണ്ട്, വരുമാനവുമുണ്ട്. എന്നാൽ മനസ്സിന് ഒരു സന്തോഷവും ഇല്ല എന്നാണ് പറയുന്നത്. എന്താണ് ഭാവി? പൊതുവെ മക്കൾ ദൂരത്തായിരിക്കുമ്പോൾ ഈ അവസ്ഥ പൊതുവെ വരാറുണ്ട്. ഇത് കേരളത്തിൽ പൊതുവെ കാണുന്ന ഒരവസ്ഥയാണ്. മക്കൾ പലപ്പോഴും കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലായിരിക്കും ജോലി ചെയ്യുക. അപ്പോൾ മനസ്സിന് വിഷമം ഒക്കെ ആദ്യം വരിക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. നമ്മൾ കൂടുതൽ എൻഗേജ്ഡ് ആകുമ്പോഴേക്കും ആ മനസ്സിൻ്റെ വിഷമം അങ്ങോട്ട് മാറിക്കിട്ടും. ഇല്ലെങ്കിൽ കുട്ടികളോടൊപ്പം തന്നെ താമസിക്കാവുന്നതാണ്. ജാതകത്തിൽ സന്തതി ഭാവത്തിന് ബലമുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ സന്തതി ഭാവത്തിന് ബലമുള്ളതുകൊണ്ട് കുട്ടികൾ നല്ല നിലയിലെത്തും എന്നുള്ളതിൽ സംശയം വേണ്ട. എന്ന് മാത്രമല്ല, സന്തതി ഭാവത്തിന് ബലം വരുമ്പോൾ ലഗ്നവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട് മക്കളുടെ സ്നേഹവും സാമീപ്യവും ലഭിക്കും എന്നും ആചാര്യന്മാർ പറയാറുണ്ട്. ലഗ്നവുമായിട്ട് ഇത് ബന്ധപ്പെടുന്നതുകൊണ്ട് ശ്രീമതിയുടെ ജാതകത്തിൽ അതുണ്ട്. അപ്പോൾ അതുകൊണ്ട് മക്കളുടെ സാമീപ്യം ഏതായാലും വൈകാതെ വരും എന്നുള്ളതിന് സംശയം വേണ്ട. സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ മക്കളിൽ നിന്നുണ്ടാകുകയും ചെയ്യും. പിന്നെ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം തയ്യൽ ജോലി തുടരുക എന്നുള്ളതാണ്. തയ്യൽ ജോലി തുടരാം. ഈ വർഷം അല്പം കൂടി അത് നന്നാകാനുള്ള ഭാഗ്യമുണ്ട്. കാരണം ഉത്രട്ടാതി നക്ഷത്രമാണ്. കണ്ടകശനിക്കാലമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതാണ് ഈ മനസ്സിന് വിഷമം വരുന്ന. എല്ലാ കാര്യത്തിലും ആദ്യം ഒരു തടസ്സമൊക്കെ വരാം എന്നതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. ഈ വർഷം തയ്യൽ ജോലി കുറച്ചുകൂടി നന്നാവും. നല്ല വരുമാനം വരികയും ചെയ്യും എന്നുള്ളതിൽ സംശയം വേണ്ട. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കാനായി ഇപ്പോൾ ചെയ്യാവുന്ന ഒരു കാര്യം നാരായണീയം ദിവസവും പാരായണം ചെയ്യുക. ഒരു ദശകമെങ്കിലും പാരായണം ചെയ്യുക. ഏകാദശി വ്രതവും എടുക്കുക. ഏകാദശി വ്രതം നിർബന്ധമായിട്ടും എടുക്കുക എന്നുള്ളതാണ്. മുടങ്ങാതെയുള്ള നാരായണീയ ജപത്തോടു കൂടിയുള്ള ഏകാദശി വ്രതത്തിനാണ് പൂർണ്ണത എന്നുള്ള കാര്യവും പ്രത്യേകിച്ചറിയുക. വൈകാതെ തന്നെ മനസ്സിന് സമാധാനവും സന്തോഷവും വരും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് ശ്രീമതി പങ്കജം മേനോൻ സന്തോഷമായിട്ടിരിക്കുക. എല്ലാ ഐശ്വര്യങ്ങളും വരും. ഇനിയൊരു കോളുണ്ട്, കോളിലേക്ക് പോകാം. ഹലോ. അത് ബാംഗ്ലൂരിൽ പറഞ്ഞോളൂ. കൃഷ്ണൻ. എന്താ പേര്? കൃഷ്ണൻ. എന്താ നക്ഷത്രം? നക്ഷത്രം ഉത്രാടം. ഉത്രാടം. എന്താ അറിയേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചോളൂ. ബിസിനസ് സംബന്ധമായിട്ട് എന്തെങ്കിലും പുരോഗതി ഉണ്ടാവുമെന്ന്. ബിസിനസ് സംബന്ധമായിട്ടല്ലേ? ജന്മം ഇപ്പോ നക്ഷത്രത്തിന് ഉത്രാടം അല്ലേ? ഉത്രാടം നക്ഷത്രത്തിന് ഇപ്പോൾ 7 ശനിക്കാലമാണ്. അപ്പോൾ 7 ശനിക്കാലമായിട്ട് എല്ലാ കാര്യങ്ങളിലും ഒരു തടസ്സം വരും. ആദ്യം ഒരു അൺസർട്ടനിറ്റി, ഇതങ്ങോട്ട് ശരിയായിട്ട് പോവുമോ എന്നൊക്കെയുള്ള ഒരു സംശയം വരുന്ന കാലമാണ്. ഒരു ആത്മവിശ്വാസ കുറവ് വരാം എന്നുള്ളതാണ്. അങ്ങനെ ആത്മവിശ്വാസ കുറവ് വരേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ചില പുതിയ സൂചനകളൊക്കെ വന്നിട്ടുണ്ടാവും. അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു സൂചനയൊക്കെ വന്നിട്ടുണ്ടാവും ഇല്ലേ? അത് സൂചന ഉണ്ടാവും എന്ന് മാത്രമല്ല, അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വരികയും ചെയ്യും. അതിന് സംശയമൊന്നും തന്നെ വേണ്ട. എന്നാൽ എല്ലാ ഒരു തടസ്സത്തിന് ശേഷം മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. തടസ്സങ്ങൾ വരാം എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. പക്ഷെ തടസ്സങ്ങൾ വരുന്നത് കൊണ്ട് ഈ കോൺഫിഡൻസ് കുറയേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. വിജയം ഏതായാലും സുനിശ്ചിതമാണ് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയുക. പിന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ചൊവ്വ ബലവാനായതുകൊണ്ട് അല്പം ഒരു എടുത്തുചാട്ട സ്വഭാവവും കോപ സ്വഭാവവും ഉണ്ടല്ലോ അല്ലേ? കോപം അല്പം ഉണ്ട്. എസ്പെഷ്യലി വീട്ടുകാരോടൊക്കെ അല്പം ഒരു കോപം വരുന്ന ഒരാളാണെന്ന് സൂചനയുണ്ട്. ഏതായാലും അതുണ്ടെങ്കിൽ അത് നിയന്ത്രിച്ചോളൂ കേട്ടോ. എടുത്തിയാട്ടം, അതായത് ഈ ആലോചിച്ചതിന് ശേഷം മാത്രം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. സാധാരണഗതിയിൽ ചൊവ്വ ഇങ്ങനെ ഒരു പൊസിഷനിൽ വരുമ്പോൾ, 2 വരുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട് അല്പം ഒരു നിയന്ത്രണം വേണം എല്ലാ കാര്യത്തിലും. സംസാരത്തിലൊരു നിയന്ത്രണം വേണം, പെരുമാറ്റത്തിലൊരു നിയന്ത്രണം വേണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. കാരണം ബിസിനസ്സിലാവുമ്പോൾ
നമ്മൾ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്ന അത്യാവശ്യമാണല്ലോ. എടുത്തിയാട്ടം നമുക്ക് അത്ര അനുയോജ്യമല്ല എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക കേട്ടോ. ഏതായാലും മെച്ചമായിട്ടുള്ള ഫലങ്ങൾ വരും. സന്തോഷമായിട്ടിരുന്നോളൂ. തടസ്സങ്ങളൊക്കെ നീക്കാനായിട്ട് മഹാഗണപതിയെ പ്രത്യേകം പ്രാർത്ഥിച്ചോളൂ. 7.5 ശനിക്കാലമായതുകൊണ്ട് ശനിപ്രീതി, ശ്രീധർമ്മശാസ്ത്ര പ്രീതി ഇവയും അത്യാവശ്യം വരുത്തിക്കോളൂ കേട്ടോ. അടുത്ത കോളിലേക്ക് പോവാം. സന്തോഷമായിട്ടിരുന്നോളൂ. ഓം പറഞ്ഞോളൂ. ഹലോ ഹലോ. വിനോദ് കുമാറാണ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൊല്ലത്തുനിന്ന്. കൊല്ലത്തുനിന്ന്. ആരുടെ കാര്യം അറിയണ്ട? ഇതിപ്പം എന്റെ മോളെ കാര്യത്തിൽ തന്നെ. എത്ര വയസ്സായി? 9 മാസം 3/6/18 ജനിച്ചത്. 3 കൊച്ചുകുട്ടിയാണ് അല്ലേ? എന്താ നക്ഷത്രം? തിരുവോണം. 3/6/18 അല്ലേ? അല്പം ഒരു ബാലാരിഷ്ടതയുള്ള ജാതകമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ആദ്യമൊക്കെ കുറച്ചൊരു ഇൻഫെക്ഷൻ പ്രോൺനെസ്സോ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ ശിവപ്രീതി വരുത്തിയാൽ മതി. ദിവസവും ഓം നമ ശിവായ ജപിക്കുക. അപ്പോഴേക്കും ഈ പ്രയാസങ്ങളൊക്കെ അങ്ങോട്ട് നീങ്ങിപ്പോകും. എന്താ അറിയേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചോളൂ. കുഞ്ഞിന്റെ തന്നെ സമയത്തിന്റെ തന്നെ സമയം നല്ല ജാതകമാണ്. നല്ല രീതിയിൽ കുട്ടി വരാനുള്ള ഭാഗ്യമുണ്ട്. കുടുംബത്തിനും ഐശ്വര്യം നൽകാനുള്ളൊരു ഭാഗ്യമുണ്ട്. അച്ഛൻ്റെ നക്ഷത്രം എന്താണ്? കുട്ടിയുടെ അച്ഛൻ്റെ നക്ഷത്രം എന്താണ്? ചിത്തിര അല്ലേ? ചെറിയ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായിരുന്ന കാലമായിരുന്നു കഴിഞ്ഞ കാലം. ധാരാളം പണമൊക്കെ ചിലവായി പോയിട്ടുണ്ടായിരുന്ന ഒരു കാലമായിരുന്നു. ഇനി അങ്ങോട്ടൊരു മെച്ചമായിട്ടുള്ള കാലം പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വിഷമിക്കാനൊന്നുമില്ല. കുട്ടിയുടെ ജനനം എന്തായാലും ഐശ്വര്യമാണ്. കുടുംബത്തിന് പൊതുവേ ഉയർച്ച വരുന്ന ഒരു അനുഭവം തന്നെയാണ്. ശരിക്കും ഒരു കുഞ്ഞുണ്ടാകുക എന്ന് പറയുന്നത് തന്നെ അത് ഗോഡ്സ് ഗിഫ്റ്റ് എന്നാണ് പറയുന്നത്. ദൈവം തരുന്ന ഒരു സമ്മാനമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും ആ സമ്മാനം ലഭിച്ചു. സന്തോഷമായിട്ടിരിക്കുക. കുട്ടിയെ കൊണ്ട് എന്തായാലും ഐശ്വര്യം ഉണ്ടാവും. സന്തോഷമായിട്ടിരുന്നോളൂ കേട്ടോ. നമ്മൾ അടുത്ത കോളിലേക്ക് പോവാം. ഹലോ. സാർ എവിടെ നിന്നാണ് വിളിക്കുന്നത്? നാരായണൻ. പറഞ്ഞോളൂ. ആരുടെ കാര്യം അറിയണ്ട? എന്റെ സാർ ഒരു 1980 ഡേറ്റ് ഓഫ് ബർത്ത് ആയിരുന്നു. പിന്നെ നക്ഷത്രം എന്താണ്? നക്ഷത്രം അവിട്ടാണ് സാർ. പിന്നെ വർക്കിന്റെ കാര്യം ഇതൊന്നും ഇങ്ങനെ നടക്കുന്നില്ല. ഭയങ്കര ഒരു ബുദ്ധിമുട്ടും കാര്യം. അൺസർട്ടനിറ്റി ഉള്ള കാലമാണ് അവിട്ടം. ഇപ്പൊ 7.5 ശനിക്കാലാണ് എന്ന് മാത്രമല്ല പൊതുവെ ജാതകത്തിൽ ഇപ്പൊ അല്പം ഒരു തടസ്സമുള്ളൊരു സമയമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നല്ല വർക്ക് വന്നുകൊണ്ടേ സമയമായിരുന്നു. ഇപ്പോഴും വർക്കിനുള്ള ഓഫേഴ്സ് വരാം. ഓഫേഴ്സ് വന്നിട്ട് പിന്നെ അവിടുന്ന് മറുപടി ഇല്ലാത്ത ഒരു അവസ്ഥ. തടസ്സങ്ങൾ അതാ ഞാൻ പറഞ്ഞു. ആദ്യം ഒരു വർക്കിന്റെ സൂചന വന്നിട്ട് പിന്നെ അവിടുന്ന് റെസ്പോൺസ് ഇല്ലാത്ത ഒരു അവസ്ഥ വരാം അല്ലേ? അങ്ങനെ വരുന്നൊരു കാലമാണ്. പ്രത്യേകിച്ച് ശനിബന്ധം വരുമ്പോൾ വ്യാഴന്റെ ഒരു സഹായം ഇല്ലാത്ത, ദൈവാധീനം എന്ന് പറയും, ദൈവാധീനകാരകന്റെ സഹായം ഇല്ലാതെ വരുമ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെ വരിക സ്വാഭാവികമാണ്. അതുകൊണ്ട് വിഷമിക്കാനൊന്നും തന്നെ ഇല്ല. നല്ല രീതിയിൽ ഒരു 10-30 ആൾക്കാരും കാര്യങ്ങളും ഉണ്ടായി നല്ല രീതിയിൽ പോയിക്കൊണ്ടുണ്ടായിരുന്നു സംഭവം ഇങ്ങനെ. പിന്നെ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. ബിസിനസ് പൂർണ്ണമായിട്ടും അനുയോജ്യമായിട്ടുള്ള ഒരു ജാതകമല്ല. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധയോടുകൂടി ബിസിനസ് നടത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. പിന്നെ പെരുമാറ്റ രീതിയിലും ഒന്ന് ശ്രദ്ധ വേണം കേട്ടോ. പെരുമാറ്റ രീതിയിലും ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവരോടുമൊക്കെ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് സന്തോഷമായിട്ട് സംസാരിക്കുക. അവരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുക. അത് ഞാൻ ഉദ്ദേശിച്ച സ്വന്തം എംപ്ലോയീസിൻ്റെ കാര്യത്തിലാണ് കേട്ടോ. അതൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യുക. അത് അല്പം കുറവാണ് എന്നാണ് കാണിക്കുന്നത്. ശരിയല്ലേ അത്? ഇപ്പൊ എന്ത് ബിസിനസ്സാണ് നടത്തുന്നത്? ഞാൻ ഡിസൈൻ വർക്കാണ്, ഗാർഡൻ ഡിസൈൻ വർക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ്. ശുക്രന് വില ഉണ്ട്. ഗാർഡൻ ഡിസൈൻ വർക്ക് ആകാം, കോസ്മെറ്റിക്സ് ആകാം, സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യത്തിലോ അല്ലെങ്കിൽ ആഹാര വസ്തുക്കളിലോ ഒക്കെ ചെയ്യാവുന്നതാണ്. അതെല്ലാം അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. എനിത്തിങ് വിച്ച് മേക്സ് അതേഴ്സ് ഹാപ്പി എന്ന് പറയും. അന്യർക്ക് സന്തോഷം കൊടുക്കുന്ന ഏത് ജോലിയും നന്നായിട്ട് ചേരും എന്നുള്ളതാണ് എൻ്റെ കാര്യം. അപ്പോൾ സന്തോഷമായിട്ടിരുന്നോളൂ. എല്ലാ ഐശ്വര്യങ്ങളും വരും. അടുത്ത വർഷം മധ്യത്തോടുകൂടി മെച്ചമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു തുടങ്ങും. ഇപ്പം തന്നെ ദോഷങ്ങൾ അല്പം ഒന്ന് കുറഞ്ഞോളും. തടസ്സങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞോളും. തടസ്സങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റാനായിട്ട് നമ്മൾ പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ
ശ്രീ ഗണേശ അഷ്ടോത്തര ശതനാമാവലി ജപിച്ചോളൂ. കിഴക്ക് ദർശനമായിട്ട് എല്ലാ ദിവസവും ജപിക്കണം കേട്ടോ. എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിട്ടിരുന്നോളൂ. അടുത്ത കോളിലേക്ക് പോകാം. ഹലോ. ഹലോ, ഞാൻ വാസുദി തൊടുപുഴയിലാണ് വിളിക്കുന്നത്. എന്താ മകന്റെ കാര്യം അറിയാനായിരുന്നു. മകൻ എത്ര വയസ്സായി? മകൻ 27 വയസ്സായി. അവൻ ദുബായിൽ വർക്ക് ചെയ്യുവാണ്. അവന് കല്യാണം ആയില്ല. എന്താ നക്ഷത്രം? നക്ഷത്രം അനിഴം. 18/8/91 2 AM. അനിഴം നക്ഷത്രം. അനിഴം നക്ഷത്രത്തിന് വിവാഹകാലം ഇപ്പോൾ അല്പം തടസ്സമുള്ള സമയമാണ്. വിവാഹം എന്താലോചിച്ചാലും അവിടുന്ന് നമ്മളെക്കാൾ കുറഞ്ഞ ആൾക്കാരുമായിട്ട്, സാംസ്കാരികമായിട്ട് കുറഞ്ഞ ആൾക്കാരുമായിട്ട് ആലോചിച്ചാൽ പോലും അവിടുന്ന് റെസ്പോൺസ് അവിടുന്ന് ഒരു മറുപടി കിട്ടാത്ത ഒരവസ്ഥയാണ്. ശരിയല്ലേ? അതിപ്പോൾ സമയം അത്ര നല്ലതല്ല. ഒരു 4 മാസം കൂടി കഴിഞ്ഞോട്ടെ നല്ല രീതിയിലുള്ള വിവാഹബന്ധം. ഈ ചിങ്ങമാസം മുതലാണ് അനുകൂലമായിട്ടുള്ള സമയം വിവാഹത്തിന് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. അപ്പോൾ ചിങ്ങമാസം മുതൽ വളരെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ചിങ്ങമാസം മുതൽ ആലോചിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോഴാണ് ഈ അനുയോജ്യമായിട്ടുള്ള വിവാഹ ആലോചനകളൊക്കെ വരുന്നത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞോളൂ കേട്ടോ. ഇപ്പോൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് യോജിക്കാത്ത ആലോചനകൾ വരാനുള്ള സാധ്യതയുണ്ട്. തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ ഏറെ സാധ്യതയുള്ള സമയം എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു എടുത്തുചാട്ടം വേണ്ട. ഈ ചിങ്ങമാസം മുതൽ ശ്രദ്ധയോടുകൂടി ആലോചിക്കുന്നതായിരിക്കും ഏറെ നല്ലത്. എന്ന് വെച്ചാൽ ഇപ്പം മാറി നിൽക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ശ്രമിച്ചോളൂ. ജാതക പൊരുത്തം ഉണ്ടെങ്കിൽ, സാംസ്കാരികമായിട്ടുള്ള ഒരു തുല്യതയുണ്ടെങ്കിൽ വിവാഹ നിശ്ചയം ആകാം തീർച്ചയായിട്ടും. പക്ഷേ കുറച്ചുകൂടെ മെച്ചമായിട്ടുള്ള സമയം ഈ ഒരു സെപ്റ്റംബർ ഒക്ടോബർ മുതലാണ്. ചിങ്ങമാസം മുതൽ അതിനു വേണ്ടി ശ്രമിക്കാവുന്നതാണ്. അതുകൊണ്ട് സന്തോഷമായിട്ടിരുന്നോളൂ കേട്ടോ. അടുത്ത കോളുണ്ട്. അടുത്ത കോളിലേക്ക് പോകാം. ഹലോ. ഹലോ, പറഞ്ഞോളൂ. കണ്ണൂരിൽ നിന്ന് രാധയാണ്. മകന്റെ പേര് അറിയണം. മകൻ എത്ര വയസ്സായി? 22ാമത്തെ വയസ്സ്. എത്രയാ? 22. എന്താ അറിയണ്ട? ജോലിയൊന്നും ആയിട്ടില്ല. എന്താ നക്ഷത്രം? പൂരാടം. പൂരാടം നക്ഷത്രം. 22 വയസ്സ് അല്ലേ? 97ലാണ്. എന്താ? 97ലാണ് ജനനം അല്ലേ? 97ലാണ് ജനനം. പൂരാടം നക്ഷത്രം അല്ലേ? മാർച്ച് 4 മാർച്ച് 4 അല്ലേ? ഇടയ്ക്ക് വെച്ച് വിദ്യാഭ്യാസം ഒന്ന്, ആള് ബുദ്ധിമാനാണ്, പക്ഷെ ഇടയ്ക്ക് വെച്ച് വിദ്യാഭ്യാസം ഒന്ന് തടസ്സപ്പെടുകയോ അല്ലെങ്കിൽ താഴേക്ക് വരികയോ ചെയ്തിട്ടുണ്ട് അല്ലേ? ബിടെക് ഇടയ്ക്ക് പേപ്പേഴ്സൊക്കെ അരിയസ് ആയോ? അതെ, അത് കാണുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഏത് വിദ്യാഭ്യാസം നടത്തിയാലും പേപ്പേഴ്സ് അരിയസ് ആവും. ഇടയ്ക്ക് വിദ്യാഭ്യാസത്തിൽ ഒരു തടസ്സം, ഒരു ഫോൾ എന്ന് നമ്മൾ പറയും, ഒരു താഴ്ച വരും, ഒരു ബ്രേക്ക് വരും. ബ്രേക്ക് വന്നതിന് ശേഷം മാത്രമേ വിദ്യാഭ്യാസം മെച്ചമാകൂ എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ഒരു പെട്ടെന്നൊരു ജോലി കിട്ടാത്തത്. പക്ഷേ വിഷമിക്കാനൊന്നും തന്നെ ഇല്ല. ഇപ്പോൾ 7 ശനിയിൽ ജന്മശനി കാലമാണെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് സാധാരണഗതിയിൽ തടസ്സങ്ങൾ വളരെ സ്വാഭാവികമാണ്. അതിൽ ടെൻഷൻ ഒന്നും തന്നെ വേണ്ട എന്നുള്ളതാണ്. വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയം. ഇപ്പോൾ ആളല്പം നിരാശയൊക്കെ വരുന്നൊരു കാലവുമാണ്. കാരണം ഉദ്ദേശിക്കുന്ന ഒന്നും ശരിയാവുന്നില്ല. ഇന്റർവ്യൂവിനൊക്കെ പോയിട്ട് അതെ, 7 ശനിയിൽ ജന്മശനി കാലത്ത് സാധാരണ കാണാറുള്ളതാണ്. തന്നെക്കാൾ കുറഞ്ഞവർക്കൊക്കെ നല്ല ജോലി നേട്ടങ്ങളൊക്കെ വരുന്നു, എനിക്കെന്താ ഇപ്പോൾ ഇങ്ങനെ വരാത്തത് എന്നൊക്കെ മനസ്സിന് തോന്നുന്ന ഒരു സമയമാണ് 7 ശനിയിൽ ജന്മശനി കാലത്ത്. അങ്ങനെ ഒരു ആത്മവിശ്വാസ കുറവ് സാധാരണ കണ്ടുവരാറുണ്ട്. അത് വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. സന്തോഷമായിട്ടിരുന്നോളൂ കേട്ടോ. അടുത്ത കോളിലേക്ക് പോകും. ഹലോ. പറഞ്ഞോളൂ. എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ ബാംഗ്ലൂരിലാണ് സാർ വിളിക്കുന്നത്. എന്റെ മകന്റെ 2 ഒന്ന് കല്യാണക്കാരിയും ജോലിക്കാരിയും 2 അറിയണമായിരുന്നു. എത്ര വയസ്സായി മകന്? സാർ 33 വയസ്സായി. കല്യാണം ഇതുവരെ ഒന്നും ആയിട്ടില്ല. എന്താ നക്ഷത്രം? നക്ഷത്രം ഭരണി. ഭരണി നക്ഷത്രമാണ്. അതെ. ഡേറ്റോ? 85 ഒക്ടോബർ 2. 85 ഒക്ടോബർ 2 അല്ലേ? അതെ. 3 വർഷം ശരിക്കും ആലോചിക്കുന്നു സാറേ. പേപ്പറിലൊക്കെ ഇട്ടു, മാട്രിമോണിയിൽ ഇട്ടു, ഒന്നും അങ്ങോട്ട് വരുന്നില്ല. സാധാരണഗതിയിൽ 7ാം ഭാവാധിപന് നല്ലൊരു സ്ഥിതി വരാതിരിക്കുക. അതായത് നമ്മൾ പറയാറുണ്ട് 7ാം ഭാവത്തിന് ബലക്കുറവുണ്ടായി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ വൈകിയ വിവാഹം നടക്കൂ എന്നുള്ളതാണ്.
ഇപ്പോൾ കർമാധിപന്, അതായത് ജോലിയുടെ സ്ഥാനാധിപന് ബലക്കുറവ് ഉണ്ടാവുകയാണെങ്കിൽ ജോലി വൈകിയേ കിട്ടുള്ളൂ. ഇയാളുടെ 7ാം ഭാവം ജോലി ഉണ്ടായിരുന്നു, അതിപ്പോ പോയി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഭരണി നക്ഷത്രം ആയതുകൊണ്ട് അത്ര അനുകൂലമായിട്ടുള്ള ഒരു സമയമല്ല എന്നറിഞ്ഞോളൂ. പക്ഷെ അതുകൊണ്ട് വിഷമിക്കാൻ ഒന്നും തന്നെയില്ല. ഭരണി നക്ഷത്രത്തിന് ഈ വർഷം നവംബർ മുതൽ നല്ല സമയമാണ്. അപ്പൊ അതുകൊണ്ട് രണ്ടും ഇപ്പൊ ജോലിയും നമുക്ക് വാടകയ്ക്ക് താമസിക്കുന്ന ഇവിടെ വേറെ അച്ഛനൊന്നും ഇല്ല. അച്ഛൻ മരിച്ചിട്ടൊക്കെ വിഷമിക്കാനൊന്നുമില്ല. നല്ല ജോലി, വളരെ ഭാഗ്യമുള്ള ഒരു സമയമാണ് ഇനി വരുന്നത്. 2020 എന്ന് പറയുന്ന ഇയാളുടെ ജീവിതത്തിൽ ഏറ്റവും നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വർഷമായിരിക്കും. ഈ വർഷം മുതൽ ആരംഭിക്കും. ഈ വർഷം ഒരു ഒക്ടോബർ നവംബർ മാസം മുതൽ അത് ആരംഭിക്കും. പിന്നീട് ഒരു വർഷം നീണ്ടു നിൽക്കും. ഭരണി നക്ഷത്രമായി ഇപ്പൊ കിട്ടും. ഇപ്പൊ ശ്രമിച്ചോളൂ. ഇപ്പൊ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ദേവീക്ഷേത്ര ദർശനം നടത്തിക്കോളൂ. വെള്ളിയാഴ്ച ദേവീക്ഷേത്ര ദർശനം നടത്തി മഹാലക്ഷ്മിയുടെ അഷ്ടോത്തര ശതനാമാവലി ദിവസവും ജപിച്ചോളുക കേട്ടോ. വളരെ ശ്രദ്ധയോടും ഭക്തിയോടും വേണം ജപിക്കാനായിട്ട്. ഇതൊരു സ്പന്ദനമാണ്. നമ്മളൊരു അഷ്ടോത്തര അവനാകെ ഒരു മൂഡ് ഓഫ് ആണ്. അത് ഞാൻ പറഞ്ഞല്ലോ, അല്പം ഒരു നിരാശ, ലാക്ക് ഓഫ് കോൺഫിഡൻസ് വരുന്ന സമയമാണ്. നമ്മളെക്കാൾ കുറഞ്ഞ ആൾക്കാർക്ക് ജോലി കിട്ടുന്നുണ്ട്, പക്ഷെ എനിക്കെന്താ ഇങ്ങനെ എന്നൊക്കെയുള്ള ഒരു ചിന്ത. അതായത് ഞാൻ നേരത്തെ അങ്ങോട്ട് പറഞ്ഞ കാര്യമാണല്ലോ. അത് വിഷമിക്കാനൊന്നുമില്ല. വളരെ ഹി വിൽ ഗെറ്റ് എ വെരി ഗുഡ് ജോബ് ആൻഡ് ഹി ക്യാൻ ബി വെരി ഹാപ്പി വെരി സൂൺ. കല്യാണം സാർ ഇപ്പൊ ഞാൻ നോക്കുന്നുണ്ട്, എന്നാലും ഞാൻ ചോദിക്കുകയാണ് ഇപ്പോഴും നടക്കുമല്ല. ഇപ്പം വിവാഹവും ഇപ്പം തന്നെ നടക്കും. ഈ വർഷം അവസാനം തന്നെ നിശ്ചയത്തിനുള്ള യോഗമുണ്ട്. അല്ലെങ്കിൽ 2020 അടുത്ത വർഷം ആദ്യ ഭാഗത്ത് കുടുംബസ്ഥനാകാനുള്ള യോഗമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ ജോലി ഉടനെ തന്നെ കിട്ടും. ജോലിയിൽ വളരെ നല്ല സ്ഥിതി കിട്ടും. യാതൊരു സംശയവും വേണ്ട. സന്തോഷമായിട്ടിരുന്നോളൂ. ഒരു കോൾ ഉണ്ട്, നമുക്കത് ശ്രദ്ധിക്കാം. ഹലോ. പറഞ്ഞോളൂ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? സാർ, ഞാൻ സേലത്ത് നിന്നാണ് വിളിക്കുന്നത്. സേലത്ത് സെറ്റിൽഡ് ആണ്. എന്റെ പേരൊന്ന് ബ്ലസൻ എന്നാണ്. എത്ര വയസ്സായി? 24 സാറേ. 24. നക്ഷത്രം രോഹിണി. എന്താ അറിയേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചോളൂ. ജോലി സംബന്ധമായിട്ടുള്ള കാര്യമാണ്. ഞാനിപ്പം പഴയ ഒരു കമ്പനിയിൽ നിന്ന് മാറി മാനേജറായിട്ട് മെഡിക്കൽ കമ്പനി ജോലിയായിരുന്നു. ഇപ്പൊ വേറൊരു കമ്പനി ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാം. ജോലി സംബന്ധമായിട്ട് ശരിക്കും ജോലി മാറാനും സാമ്പത്തികമായിട്ട് വളരെ മെച്ചമായിട്ടുള്ള അനുഭവങ്ങൾ വരാനും ഭാഗ്യമുള്ള ഒരു സമയം തന്നെയാണ്. എന്നാൽ എല്ലാ കാര്യത്തിലും ആദ്യം ഒരു അൺസർട്ടനിറ്റി ഉണ്ടാവും. ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അതെ, ഒരു സേഫ്റ്റി ഉണ്ടോ എന്നൊക്കെയുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും. ഈ ജോലി മാറാനുള്ള, പുതിയ ജോലിക്ക് ഓഫർ വരാനുള്ള ഭാഗ്യമുള്ള സമയം തന്നെയാണ്. എന്നാൽ പെട്ടെന്ന് ജോലി മാറാനായിട്ട് ശ്രമിക്കരുത്. അവിടുത്തെ സർവീസ് കണ്ടീഷൻസ് ഒക്കെ നന്നായിട്ട് നോക്കിയതിന് ശേഷം മാത്രം ജോലി മാറുക. കൂടുതൽ ജോലിക്കുള്ള ഓഫേഴ്സ് വരുന്ന സമയം തന്നെയാണ്. അതിൽ സംശയമൊന്നും തന്നെ വേണ്ട കേട്ടോ. ഓക്കെ സാർ. പിന്നെ ഒരു ചെറിയ സംശയം ഇവിടെ. ഇപ്പോ വൈഫ് കൺസീവ് ആയിട്ടിരിക്കുകയാണ്. ഈ 9th മന്ത് കുഞ്ഞിന്റെ കാര്യങ്ങള് അതിന്റെ എന്താ? വൈഫിന്റെ നക്ഷത്രം എന്താണ്? വൈഫിന്റെ നക്ഷത്രം ഒറ്റ മിനിറ്റ്. സന്തോഷമായിട്ടിരുന്നോളൂ. ഇതിൽ പ്രയാസങ്ങളൊന്നും തന്നെ ഇല്ല. താങ്കളുടെ നക്ഷത്രം അനുസരിച്ച് കുടുംബത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ രോഹിണി നക്ഷത്രം അല്ലേ? അപ്പൊ അതുകൊണ്ട് സന്തോഷമായിട്ടിരുന്നോളൂ. എല്ലാ ഐശ്വര്യങ്ങളും. നക്ഷത്രം ചിത്തിരയാണ് സാറേ. ചിത്തിരയാണ്. പ്രയാസങ്ങളൊന്നുമില്ല. ചെറിയ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് വൈഫിന് വരും ഈ സമയത്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാഴം പൂർണ്ണമായിട്ട് അനുകൂല ഭാവത്തിലല്ല. സന്തോഷമായിട്ടിരുന്നോളൂ. എല്ലാ ഐശ്വര്യങ്ങളും വരും. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ. പറഞ്ഞോളൂ. ഹലോ, ഞാൻ തൃശ്ശൂരിൽ നിന്ന് രജിയാണ് വിളിക്കുന്നത്. എന്റെ മോളുടെ കാര്യം അറിയാനാണ്. മകൾക്ക് എത്ര വയസ്സായി? മോൾക്ക് ഇപ്പൊ 23. എന്താ അറിയണ്ട? മോളുടെ ഭാവിയാണ്, വിവാഹമാണ് എനിക്ക് പ്രത്യേകമായിട്ട് അറിയേണ്ടത്. എന്താ നക്ഷത്രം? നക്ഷത്രം തൃക്കേട്ടയാണ്. 17/10/96 ഡേറ്റ് ഓഫ് ബർത്ത്. തൃക്കേട്ടയാണ് അല്ലേ? അതെ. ഡേറ്റ് ഓഫ് ബർത്ത് 17/10/96. 17/10/96. ഇപ്പൊ വിവാഹകാലം ആരംഭിക്കുകയാണ് കേട്ടോ. വിവാഹം ഇപ്പൊ നോക്കിക്കോളൂ, നന്നായിട്ട് നോക്കിക്കോളൂ. ഈ വർഷം അവസാനം തന്നെ നടക്കാനുള്ള ഒരു യോഗമുണ്ട്, അല്ലെങ്കിൽ നിശ്ചയം നടക്കാനുള്ള യോഗമുണ്ട്. അല്പം ഒന്ന് തടസ്സപ്പെട്ടാലും 6 മാസം കൂടി കഴിയുമ്പോൾ കുറച്ചുകൂടെ മെച്ചമായിട്ടുള്ള കാലം വരുന്നുണ്ട്. ഫെബ്രുവരി മുതൽ കുറച്ചുകൂടെ മെച്ചമായിട്ടുള്ള കാലം വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴേ നോക്കാം. ഒരു 3 മാസം കഴിയുമ്പോൾ വിവാഹം നടക്കാനുള്ള യോഗമുണ്ട്. അത് എന്തെങ്കിലും തടസ്സപ്പെട്ടാൽ തന്നെയും ഈ 2020 ആദ്യ ഭാഗത്ത് തന്നെ എന്തായാലും വിവാഹം നടക്കാനുള്ള ഭാഗ്യമാണ് ഗ്രഹസ്ഥിതിയിൽ കാണുന്നത്. അതുകൊണ്ട് സന്തോഷമായിട്ടിരുന്നോളൂ കേട്ടോ. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ.
ഈ ഒരു കഥ കോൾ കട്ടായി, അതുകൊണ്ട് നമുക്കൊരു ലെറ്ററിലേക്ക് പോകാം. ശ്രീ പത്മകുമാർ ആശ്രാമം, കൊല്ലത്ത് നിന്നാണ്. എൻ്റെ നക്ഷത്രം അത്തം. ബാങ്കിൽ ജോലിയുണ്ട്, 30 വയസ്സായി, വിവാഹം ശരിയാകുന്നില്ല, ചൊവ്വാദോഷമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഈ ചൊവ്വാദോഷം കൊണ്ട് മാത്രം വിവാഹം വൈകില്ല, വിവാഹം നടക്കാതിരിക്കില്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. കാരണം 10 കുട്ടികൾക്ക് ചൊവ്വാദോഷമുണ്ട്, ആൺകുട്ടികൾക്ക് ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ അത്രയും തന്നെ നമ്പർ പെൺകുട്ടികൾക്കും ചൊവ്വാദോഷം വരും. അതുകൊണ്ട് ചൊവ്വാദോഷം ഉള്ള ഒരാൾക്ക് ചൊവ്വാദോഷമുള്ള ഒരു പെൺകുട്ടിയെ കിട്ടാനും ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. പലപ്പോഴും വിവാഹം വൈകുന്നത് മറ്റ് ഘടകങ്ങൾ കൊണ്ടാണ്. കാരണം മറ്റ് പല ഡിമാൻഡ്സും ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് വിവാഹം വൈകി പോകുന്നത് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. അപ്പോൾ അതുകൊണ്ട് ചൊവ്വാദോഷം കൊണ്ടല്ല. ലഗ്നാലയിൽ ചൊവ്വയുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. എന്നാൽ വലിയ അത് ദോഷമുള്ളൊരു ചൊവ്വയല്ല, ചെറിയ ചൊവ്വാദോഷം മാത്രമേ വിധിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാത്രം വിവാഹം വൈകില്ല. ധാരാളം പെൺകുട്ടികളുണ്ട് ചൊവ്വാദോഷമുള്ള. 2020 മാർച്ച് മുതൽ ആണ് വിവാഹകാലം. അടുത്ത വർഷം മുതലാണ് വിവാഹകാലം. മാർച്ച് മുതൽ വിവാഹകാലം ആരംഭിക്കുമെങ്കിലും അടുത്ത വർഷം ചിങ്ങമാസം സെപ്റ്റംബർ ഒക്കെ ആവുമ്പോഴാണ് വിവാഹകാലത്തിനൊരു ശക്തി വരുന്നത്. ശുക്രൻ്റെ അപഹാരകാലം അപ്പോഴാണ് വരുന്നത്. അപ്പോൾ ശുക്രൻ്റെ അപഹാരകാലം അപ്പം വരുന്നത് കൊണ്ട് അടുത്ത വർഷം അവസാനം മുതലാണ് വിവാഹത്തിന് ഏറ്റവും നല്ലൊരു കാലം. 30 വയസ്സൊരു വലിയ വയസ്സായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. അപ്പോഴേക്കും 31 വയസ്സാകും എന്നേ ഉള്ളൂ. അപ്പോഴാണ് നല്ല വിവാഹാലോചനകൾ വരുന്നത്, യോജിച്ച വിവാഹാലോചനകൾ വരുന്നത്. ഇപ്പോൾ എന്തെങ്കിലും തീരുമാനമെടുത്താൽ തന്നെ അത് തെറ്റായി പോകാനുള്ള സാധ്യതയുള്ള കാലമാണ്. അത്ത നക്ഷത്രമായതുകൊണ്ട് കണ്ടകശനി എന്ന് പറയും. അപ്പോൾ കണ്ടകശനിയുണ്ട്, വ്യാഴനും അത്ര നല്ല സ്ഥിതിയിലല്ല, 3-ാം രാശിയിൽ ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സന്തോഷമായിട്ടിരുന്നോളൂ, എല്ലാ ഐശ്വര്യങ്ങളും വരും. ഒരു കോളുണ്ട്, നമുക്ക് കോളിലേക്ക് പോകാം. ഹലോ. ഹലോ. ഹലോ, പറഞ്ഞോളൂ. എവിടുന്നാണ് വിളിക്കുന്നത്? കണ്ണൂരിൽ നിന്നാണ്. പറഞ്ഞോളൂ. ആരുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. ആരുടെ കാര്യം അറിയണ്ട? മകന്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. മകൻ എത്ര വയസ്സായി? 10/6/79. രാവിലെ വൈകുന്നേരം 6:38. 6:38. എന്താ നക്ഷത്രം? നക്ഷത്രം തൃക്കേട്ട. എന്താ അറിയേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചോളൂ. മോന്റെ കല്യാണക്കാരിയാണ് സാർ അറിയേണ്ടത്. കുറേ ആയി ശ്രമിക്കുന്നു, ഒന്നും ശരിയായിട്ടില്ല, ഭയങ്കര ടെൻഷനിലാണ്. വിഷമിക്കാനില്ല. സന്തതി ഭാവത്തിന് അല്പ ബലക്കുറവുണ്ട്. അതുകൊണ്ടാണ് സന്തതി ഭാവത്തിന് ബലക്കുറവ് വന്നാലും വിവാഹം വൈകുന്നതായിട്ട് സാധാരണഗതിയിൽ കാണാറുണ്ട്. പിന്നെ ജാതകം വേഗം ചേർന്ന് കിട്ടുന്ന ഒരു അവസ്ഥയല്ല. ജാതകത്തിന് അങ്ങനെ ഒരു പ്രയാസമുണ്ട്, അതിനകത്തൊരു ശുദ്ധം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജാതകം പെട്ടെന്ന് അങ്ങോട്ട് ചേർന്ന് കിട്ടാത്തൊരവസ്ഥയുണ്ട്. അങ്ങനെ വന്നല്ലോ അല്ലേ? ജാതകം ചേരുന്നില്ല, ജാതകം ചേരുമ്പോഴേക്കും കുട്ടി ചേരില്ല, അത് സ്വാഭാവികമാണ്. ജാതകം പെട്ടെന്ന് അതെ അത് ഞാൻ നേരത്തെ ഇവിടെ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ചൊവ്വാദോഷമോ അങ്ങനെ എന്തെങ്കിലും ദോഷമോ അല്ലെങ്കിൽ ശുദ്ധജാതകം വന്നാലോ മാത്രം വിവാഹം വൈകില്ല. മറ്റ് ക്രൈറ്റീരിയ, മറ്റ് ചില ഡിമാൻഡ്സ് ഉണ്ടാവുമല്ലോ, അത് ശരിയാകാതെ വരുമ്പോഴാണ് സാധാരണഗതിയിൽ വിവാഹം വൈകാറുള്ളത്. പക്ഷെ വെറുതെ ചൊവ്വാദോഷമാണ് അല്ലെങ്കിൽ ശുദ്ധജാതകമാണ്, അതുകൊണ്ടാണ് ചേരാത്തതെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അതുകൊണ്ടല്ല, മറ്റ് ഡിമാൻഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ടാണ് പലപ്പോഴും വിവാഹം വൈകുന്നത്. ഏതായാലും ഇയാളുടെ വിവാഹത്തിന് നല്ലൊരു സമയം വരുന്നുണ്ട്. പക്ഷെ ചില പരിഹാരങ്ങൾ അത്യാവശ്യം ചെയ്തോളൂ. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു മൈൻഡ് സെറ്റ്, ഒരു മാനസിക അവസ്ഥ തന്നെ പല വിവാഹങ്ങളും അങ്ങോട്ട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാളുമാണ് എന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വിവാഹം ഇത്രത്തോളം വൈകിയത്. ഇതൊക്കെ ഒന്ന് ശരിയാകാനായിട്ട് തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്താൻ പറഞ്ഞോളൂ കേട്ടോ. കുഴപ്പമില്ല, ഒരു കാര്യം ചെയ്തോളൂ, അദ്ദേഹത്തോട് ശിവാഷ്ടോത്തര ശതനാമാവലി ജപിക്കാൻ പറഞ്ഞോളൂ. അപ്പോഴേക്കും നടക്കും, തീർച്ചയായിട്ടും നടക്കും. വിവാഹ യോഗമുള്ള ജാതകമാണ്, അതുകൊണ്ട് വിവാഹം നടക്കും. സന്തോഷമായിട്ടിരുന്നോളൂ. അപ്പം എല്ലാ ഐശ്വര്യങ്ങളും വരും, സന്തോഷമായിട്ടിരുന്നോളൂ. ഒന്നും തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല. നല്ല വിവാഹ ബന്ധം തന്നെ വന്നു ചേരും എന്നുള്ളതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. സന്തോഷമായിട്ടിരിക്കുക. നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് കത്തുകൾ അയക്കാവുന്നതാണ്. കത്തുകൾക്ക് അപ്പോൾ തന്നെ മറുപടി ലഭിക്കും. നക്ഷത്രഫലം പ്രോഗ്രാം എല്ലാ ദിവസവും ഉണ്ട് എന്നുള്ളതുകൊണ്ട് കത്തുകൾ അയച്ചോളൂ, മറുപടി തീർച്ചയായിട്ടും ലഭിക്കും. കത്തുകൾ അയക്കേണ്ട വിലാസം ഇവിടെ പറയാം. ദി പ്രൊഡ്യൂസർ, നക്ഷത്രഫലം, ന്യൂസ് 18 കേരളം, കുളത്തൂർ PO, കഴക്കൂട്ടം, തിരുവനന്തപുരം. ഫോൺ മുഖേനയും ബന്ധപ്പെടാവുന്നതാണ്.
ഞായറാഴ്ച രാവിലെ 7:30-നും 8-നും ഇടയ്ക്ക് ഫോൺ ചെയ്യുക. അപ്പോൾ തന്നെ മറുപടി ലഭിക്കും എന്നുള്ളതിന് സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ നക്ഷത്രഫലം പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.